ആലപ്പുഴയിലെ UDFന്റെ പ്രചാരണ പ്രതിസന്ധിയിലായിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഷാജഹാൻ, KC വേണുഗോപാലിന്റെ പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിന്റെ തുടക്കത്തിലും ഈ റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി, മതിയായ രീതിയിൽ പ്രവർത്തകരെ ഏകോപിപ്പിച്ച് നിർത്താനുള്ള പ്രതിസന്ധിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഷാനിമോൾ ഉസ്മാനെ ഇപ്പോൾ പ്രചാരണ ചുമതലയിൽ നിന്ന് നീക്കി എന്ന വിവരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും കാവ്യ, നമുക്കറിയാം തുടക്കം മുതൽ തന്നെ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴയിൽ എത്തിയതിനു ശേഷം പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. പലരും പല നേതാക്കളെ മാറ്റി നിർത്തി പകരം KC വിശ്വസ്തരെ നിയമിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കുറയാനുള്ള സാധ്യത അത്തരം പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു. ഇപ്പോൾ ആദ്യ അവലോകനത്തിന് ശേഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലും ഓരോരുത്തർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. നേരത്തെ ചുമതല ഉണ്ടായിരുന്നവരെ പോലും മാറ്റി വിശ്വസ്തരെയാണ് KC വേണുഗോപാൽ ഓരോ മണ്ഡലത്തിലും നിയോഗിച്ചത്. അങ്ങനെ അരൂർ മണ്ഡലത്തിൽ നിയോഗിച്ചിരുന്നത് ഷാനിമോൾ ഉസ്മാനെ ആയിരുന്നു. ഷാനിമോൾ ഉസ്മാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ MLA കൂടിയായിരുന്നു ആ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു അവിടെ ചുമതല നൽകിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ അരൂർ മണ്ഡലത്തിൽ കാര്യമായ രീതിയിൽ വോട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടില്ല എന്നൊരു അവലോകന റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും ഷാനിമോളെ മാറ്റി നിർത്തുകയായിരുന്നു. മാത്രവുമല്ല ആ ഭാഗത്ത് നിന്നും അരൂരിന്റെ പല പ്രദേശത്തു നിന്നും KC വേണുഗോപാലിനെ നേരിട്ടും അതുകൂടാതെ AICCയും അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ നിയോഗിച്ചിട്ടുള്ള ഒബ്സർവേഴ്സ് ഉണ്ട്. അതായത് ഓരോ മേഖലയിലും ഏതൊക്കെ തരത്തിലുള്ള പോരായ്മകളുണ്ട്, ഇത്തരം പോരായ്മകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേക ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട്. അത്തരം ടീമുകളുടെയൊക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷാനിമോളെ മാറ്റിയത്. പകരം പുതിയ 2 പേർക്ക് അവിടെ ചുമതല നൽകിയിട്ടുമുണ്ട്. ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൽ സൃഷ്ടിക്കും. നമുക്കറിയാം ലീഗിന്റെ പ്രശ്നം, വയനാട്ടിൽ ലീഗിന് പതാക ഉയർത്താനുള്ള അവകാശം നിഷേധിച്ചതിനെ തുടർന്ന് ആലപ്പുഴയിലും സമാന രീതിയിൽ ലീഗിന്റെ പ്രവർത്തകർക്കിടയിൽ നിന്നും പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം ശക്തമായ ഒരു പ്രതിഷേധം ലീഗിനിടയിലും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ആലപ്പുഴയിൽ UDFന്റെ ഇപ്പോൾ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും.